ഹായ് മക്കളെ, ഒരു പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ ചെയ്യാൻ പോവാട്ടോ. ഈ ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, കാരണം ഇത് കുറച്ചൊക്കെ ടഫാണ്. ടഫായ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് മാർക്ക് ലഭിക്കാൻ പറ്റുന്നത്. സോ കൃത്യമായി ചെയ്ത് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് ചോദിക്കാം. പിന്നെ ഇന്ന് കൃത്യം 7:30 ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്, മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി വരിക, നമുക്ക് തകർത്തടുക്കി പൊളിച്ച് പഠിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഒരേ മാസമുള്ള 2 ചതുരക്കട്ടകൾ ചിത്രത്തിലുണ്ട്. ഇതിൽ സാന്ദ്രത കൂടിയ വസ്തു ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മാസ് സെയിം ആണ്, രണ്ടിന്റെ മാസ് സെയിം ആണ്. സോ ഇതിന്റെ മാസും തുല്യമാണ്. പക്ഷേ ചോദ്യം ഇതാണ്, സാന്ദ്രത കൂടിയ വസ്തു ഏതാന്ന്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സാന്ദ്രതയുടെ ഇക്വേഷൻ എഴുതി വെക്കണം, അല്ലെ? അപ്പോ ഡെൻസിറ്റി ഇക്വേഷൻ എന്താണ്? പഠിച്ചു വെക്കുക, മാസ് ബൈ വോളിയം. ശരിയല്ലേ? അതായത് സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? മാസ് ബൈ വ്യാപ്തമാണ്. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇവിടെ മാസ് തുല്യമാണ്, അല്ലേ? മാസ് തുല്യമാണല്ലോ. പക്ഷെ എന്തില് വ്യത്യാസമുണ്ട്? നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവിടെ വോളിയം വ്യത്യാസമുണ്ട്. ഇവന് ചെറിയ വോളിയമാണ്, ഇവന് വലിയ വോളിയമാണ്, അല്ലേ? ഈ വസ്തുവിന് ബി എന്ന വസ്തു നിൽക്കാൻ സ്ഥലം കൂടുതൽ വേണം. നിൽക്കാൻ സ്ഥലം കൂടുതൽ വേണ്ട ആൾക്ക് എന്ത് കൂടുതലാണ്? വ്യാപ്തം കൂടുതലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആണ് എന്ത്? ഇറ്റ്സ് വോളിയം. അതായത് ഒരു വസ്തുവിന് നിലനിൽക്കുവാൻ ആവശ്യമായ സ്ഥലമാണെന്ത്? അതിന്റെ വ്യാപ്തം. ഇവിടെ കൂടുതൽ വലിയ ബോക്സ് ആണ്, അപ്പൊ അതിന് കൂടുതൽ എന്തുണ്ട്? വ്യാപ്തം ആവശ്യമാണ്. ഒരു ചോദ്യം ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ, 1 കിലോഗ്രാം ഉള്ള ഇരുമ്പ് കട്ടയ്ക്കാണോ 1 കിലോഗ്രാം ഉള്ള പഞ്ഞിയുടെ വലിയ കവറിനാണോ കൂടുതൽ വെയിറ്റ്? അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പറയും പഞ്ഞിക്കാണെന്ന്. അങ്ങനെ പറയരുത്, കാരണം കണ്ടാ തോന്നും രണ്ടിന്റെയും മാസ് തുല്യമാണ്, 1 കിലോഗ്രാം ആണ്, അല്ലേ? 1 കിലോഗ്രാമുള്ള ഇരുമ്പ് കെട്ട, 1 കിലോഗ്രാമുള്ള പഞ്ഞിക്കെട്ട്, രണ്ടിന്റെയും മാസ് തുല്യമാണ്. ശരിയല്ലേ? പക്ഷെ എന്തില് മാറ്റമുണ്ട്? വോളിയം മാറ്റമുണ്ട്. 1 കിലോഗ്രാം പഞ്ഞി, 1 കിലോഗ്രാം ഇരുമ്പ് വെച്ചാൽ അവിടെ കിട്ടും. പക്ഷെ പഞ്ഞിക്കെട്ട് വെച്ചാലോ നല്ലോണം കുറെ ഉണ്ടായിരിക്കും. എന്ന് വിചാരിച്ചാൽ അതിന്റെ മാസില് വ്യത്യാസം ഉണ്ടോ? ഇല്ല. എന്തില് വ്യത്യാസം വന്നു? വോളിയത്തിൽ വ്യത്യാസം വന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, വ്യാപ്തവും സാന്ദ്രത തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ഇതാ, മാസ് കൂടിയാൽ സാന്ദ്രത കൂടും. കണ്ടോ? മാസ് നേരെയാണ്, ഇവര് നേരെയാണ്. മാസ് കൂടെ എന്ത് ചെയ്യും? സാന്ദ്രത കൂടും. പക്ഷെ അതേ സമയത്ത് ഇവൻ താഴെയാണ്. കണ്ടോ? ഇത് 1 വോളിയം എന്നാ ശരിക്കും വരുന്നത്. താഴെയാണ്, വോളിയം താഴെയാണ്. ഇവിടെ കണ്ടോ? 1 വ്യാപ്തമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വ്യാപ്തവും സാന്ദ്രതയും വിപരീത അനുപാതത്തിലാണ്. എന്താ പറഞ്ഞത്? വ്യാപ്തവും സാന്ദ്രത എന്താണ്? വിപരീത അനുപാതമാണ്. സോ ചുരുക്കി പറഞ്ഞാൽ വ്യാപ്തം കൂടിയാൽ സാന്ദ്രത കുറയും. എന്താ പഠിച്ചത്? വ്യാപ്തം കൂടിയാൽ സാന്ദ്രത കുറയും. നമ്മൾ ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ബ്ലോക്ക് ആസ് ഗ്രേറ്റർ മാസ് അല്ല ഡെൻസിറ്റി. ഇതാണ് ക്വസ്റ്റ്യൻ. ഗ്രേറ്റർ ഡെൻസിറ്റി ആണ് ക്വസ്റ്റ്യൻ. കണ്ടോ? സാന്ദ്രത കൂടിയ ആൾ ആരെന്നാണ് ക്വസ്റ്റ്യൻ. സാന്ദ്രത കൂടുന്ന അപ്പൊ ആരായിരിക്കും? വ്യാപ്തം കുറഞ്ഞ ആൾക്ക് എന്ത് കൂടും? സാന്ദ്രത കൂടും. എന്താ പഠിച്ചത്? സാന്ദ്രത അതേപോലെ തന്നെ വ്യാപ്തം എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, വിപരീത അനുപാതമാണ്. അപ്പൊ വോളിയം കുറഞ്ഞാൽ സാന്ദ്രത കൂടും. വോളിയം ഡിക്രീസ്, ഡെൻസിറ്റി വിൽ ബി ഇൻക്രീസ്. സെറ്റ് അല്ലേ? സോ ഡെൻസിറ്റി കൂടിയ ആളെയാ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ ആരാ നമ്മുടെ ഉത്തരം? എ ആണ് നമ്മുടെ ഉത്തരം. എന്തുകൊണ്ട് എ ആയത്? ഇവന്റെ വോളിയം കുറവാണ്, അതുകൊണ്ട് എന്താണ്? സാന്ദ്രത കൂടുതലാണ്. സെറ്റ് ആണല്ലോ? സോ ഇതേപോലെ നമുക്ക് മറ്റൊരു ചോദ്യം ഇങ്ങനെ കാണാറുണ്ട്. എന്താണ് ഇവിടെ കാണുന്ന ചോദ്യം? വായിച്ചു നോക്കിയേ. ഫൈൻഡ് ദ വോളിയം ഓഫ് എൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 100 സെന്റിമീറ്റർ, ലെങ്ത് 80 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 50 സെന്റിമീറ്റർ. അതായത് 100 സെന്റിമീറ്റർ ഉയരവും 80 സെന്റിമീറ്റർ നീളവും 50 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വസ്തുവിന്റെ വ്യാപ്തം കണ്ടെത്താണ് ക്വസ്റ്റ്യൻ. കണ്ടോ? വ്യാപ്തം കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇക്വേഷൻ അറിയാം. ഏതാ ഇക്വേഷൻ? വോളിയം ഈസ് ഈക്വൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടെ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. നമുക്ക് എല്ലാവർക്കും അറിയാം 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അത് ആർക്കും അറിയാത്തത്? 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്.
അങ്ങനെയെങ്കിൽ 80 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണ്? 100 സെന്റിമീറ്റർ 1 മീറ്റർ ആണെങ്കിൽ 80 സെന്റിമീറ്റർ എത്രയായിരിക്കും? 0.8 മീറ്റർ ആയിരിക്കും. അതിലാർക്കും സംശയമില്ലല്ലോ. അതേപോലെ തന്നെ 50 സെന്റിമീറ്റർ അതിനെ മീറ്ററിലാക്കിയാൽ നമുക്ക് എത്ര കിട്ടുക? 0.5 മീറ്റർ. ക്ലിയർ ആണോ? ഇതറിയാത്ത ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മതി. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് സെന്റിമീറ്റർ ചെറുതാണ്, മീറ്റർ എന്താണ്? വലുതാണ്. വലിയ ക്വാണ്ടിറ്റി അല്ലേ മീറ്റർ? സെന്റിമീറ്റർ ചെറുതും മീറ്റർ വലുതുമാണ്. അപ്പോ ചെറുതിനെ വലുതാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഹരിക്കണം. ട്രിക്ക് ഞാൻ പണ്ട് പഠിപ്പിച്ച. അപ്പൊ എത്ര കൊണ്ട് ഹരിക്കണം? 100നെ 100 കൊണ്ട് തന്നെ ഹരിക്കണം. കാരണം 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ അല്ലേ? 100 സെന്റിമീറ്റർ അല്ല 1 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ എന്താ കിട്ടുക? 80 സെന്റിമീറ്റർ നമ്മൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 0 വെട്ടിപ്പോയി 8/10. 8/10 എത്രയാണ്? 0.8 ആണ്. അത്രേ ഉള്ളൂ. സോ നേരെ നമുക്ക് വാല്യൂ കൊടുക്കാൻ പറ്റും. ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ആർക്കെങ്കിലും ഈ കൺവേർഷൻ അറിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കേട്ടോ. ലെങ്ത് എത്രയാണ്? അതെങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഇങ്ങനെ തന്നെ കൊടുക്കുന്നു. 100 സെന്റിമീറ്റർ ലെങ്ത് 80 സെന്റിമീറ്റർ 0.8 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 0.5 ഹൈറ്റ് 1 മീറ്റർ. അപ്പോൾ 1 നമ്മൾ ചെയ്തില്ലേ കുഴപ്പമില്ല. അപ്പൊ 0.8 ഇൻറ്റു 0.5 ആണ് കിട്ടുക. നോക്കൂ, 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1/2 ആണ്. സോ 0.8 ഇൻറ്റു 1/2 കിട്ടും. നമുക്ക് ഉത്തരം 0.4 എന്നാണ് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഈ 0.85 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ നേരെ ഗുണിക്കാം. എങ്ങനെ ഗുണിക്കാം? 0.8 ഇൻറ്റു 0.5 ആണ്. ഗുണിച്ചിട്ട് കഴിഞ്ഞാൽ 8 ഇൻറ്റു 5 40 0 ശിഷ്ടം 4. 4 ഇൻറ്റു 5 0 4 ഇവിടെ എഴുതണം അല്ലേ? എന്നിട്ടോ 0 ഇൻറ്റു 8 0 0 ഇൻറ്റു 0 0. അപ്പൊ എത്ര കിട്ടും? 0 4 0 എന്നാണ് കിട്ടുക. ശരിയല്ലേ? ഇനി പോയിന്റ് ഉള്ള ഫാക്ടർ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? പോയിന്റ് ഉത്തരത്തിൽ വരും. അപ്പൊ എത്ര വരിക? നമ്മൾ നോക്കേണ്ട കാര്യം ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, ഇവിടെ പോയിന്റ് ഒരു സ്ഥാനം. കണ്ടോ? പോയിന്റ് ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പൊ ടോട്ടൽ 2 സ്ഥാനം മാറ്റി കുത്തിയിടണം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെയാണ് കിട്ടുക. എത്ര കിട്ടി? 0.40. അതായത് 0.4. സെറ്റ് അല്ലേ? സോ ഉത്തരം കിട്ടിയല്ലോ. ഇവിടെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി കിടക്കുന്നുണ്ട്. നമ്മുടെ വോളിയം എത്രയാണ്? 0.4 മീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇനിയൊരു ചോദ്യം കൂടി ഇവിടെ കിടക്കുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്. സെയിം സംഭവം ശ്രദ്ധിച്ചോ. ചോദ്യം ഇതേപോലെ വന്നിട്ടുണ്ട്. ശേഷം ഇതെല്ലാം ഞാൻ ഒന്നുകൂടി ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊണ്ടുവരാം. പുതിയ ക്വസ്റ്റ്യൻ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് വോളിയം എത്ര കിട്ടി? വോളിയം കിട്ടിയത് 0.4 മീറ്റർ ആണ്. ഇനി എന്താ പുതിയ ചോദ്യം? പുതിയ ചോദ്യം ഇങ്ങനെയാണ്. ഇഫ് ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 5 കിലോഗ്രാം ഫൈൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡെൻസിറ്റി കണ്ടുപിടിക്കണം. സാന്ദ്രത കാണണം. അതിന്റെ ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ശരിയല്ലേ? എത്രയാ മാസ്? ഇവിടെ 5 കിലോഗ്രാം ആണ് മാസ്. അപ്പൊ നമുക്ക് 5 ബൈ വോളിയം എത്ര കിട്ടി? 0.4 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി നമുക്ക് മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കാം. അങ്ങനെ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 0.4 കൊണ്ട് നിങ്ങൾ ചെയ്താലും മതി. അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി 0.4നെ 4 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ താഴെ നമ്മൾ 10 കൊണ്ട് ഗുണിക്കുന്നെങ്കിൽ മുകളിലും 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് മൊത്തം എത്രയാണ്? 10/10 1 ആണ്. ഇതിന്റെ മീനിങ് എന്താ? 5 ഇൻറ്റു 0.4 ഇൻറ്റു 1 ആണ് ഇതിന്റെ മീനിങ്. അല്ലടോ, ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ. പക്ഷെ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും. നമുക്ക് ചെയ്തെടുക്കണം. സോ എന്താ കിട്ടുക? ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. 5 ഇൻറ്റു 10 ബൈ 0.4 ഇൻറ്റു 10. ഇങ്ങനെയല്ലേ വന്നത്? സോ 5 ഇൻറ്റു 10 എത്രയാണ്? 50 ആണ് അല്ലേ? 0.4 ഇൻറ്റു 10 എത്രയാണ്? 4. അത്രേ ഉള്ളൂ. 0.4നെ പൂർണ്ണസംഖ്യയാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തത്? 10 കൊണ്ട് വെച്ചാൽ. അപ്പൊ 50നെ 4 കൊണ്ട് അടിച്ചപ്പോൾ എത്ര കിട്ടുക? 50നെ 2 കൊണ്ട് അടിച്ച് 25, 4 കൊണ്ട് അടിച്ച് എത്ര കിട്ടും? 12.5 അല്ലേ കിട്ടുക? സോ ഉത്തരം എത്രയാണ്? 12.5 ഡെൻസിറ്റി അല്ലെ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇത്രയും കിട്ടിയല്ലോ. സോ 50നെ 4 വിളിച്ചപ്പോൾ എത്ര കിട്ടുക?
12.5 മീറ്റർ ക്യൂബാണ്. സോ ഒരിക്കലും മറക്കരുത്. ഇത്തരം ചോദ്യങ്ങൾ എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരും അയ്യോ ഇതെനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് വെക്കാൻ പാടില്ല. സോ ഫിസിക്സ് വളരെ ഈസി ആക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കൃത്യം 7:30 വരുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നിങ്ങളെ കൂടെ ഒരു ടീം തന്നെ വരുന്നുണ്ട്. ഞാൻ എണ്ണി തരാം ആരൊക്കെയാന്ന് വെച്ചാൽ. ഫിസിക്സിൽ ഞാനും NK സാറും ഉണ്ട്. കെമിസ്ട്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി മിസ്സും, കൂടാതെ അല്ല മിസ് മാത്രമേ ഉള്ളൂ. ബയോളജിയിൽ മിഥു മിസ്സും ഉണ്ട്, അതേപോലെ അക്ഷയ് സാറും ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. സോ ഞങ്ങളൊരു ടീമായിട്ട് വരും. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഇന്ന് കൃത്യം 7:30 കാണാം. ഓക്കെ, ടാറ്റാ.